ഇത് അരീക്കോട് എടവണ്ണ കൊയിലാണ്ടി റൂട്ടിലെ പ്രധാന പോയിന്റായ അരീക്കോട് മമത ജംഗ്ഷൻ എന്ന് പറയാം. SOHS ഹയർ സെക്കൻഡറിയിലേക്കുള്ള കുട്ടികളും പൊതുവെ ട്യൂഷൻ സെന്ററുകളിലുള്ള കുട്ടികളൊക്കെ ഇതിലൂടെയാണ് മെയിനായിട്ട് പാസ് ചെയ്യുന്നത്. റോഡ് മുറിച്ച് കിടക്കാൻ വളരെ പ്രയാസപ്പെടുന്ന കുട്ടികൾ നമുക്ക് കാണാം. സീബ്ര ലൈൻ കുറേ ഇപ്പുറത്താണ്, പക്ഷേ സീബ്ര ലൈനിലൂടെ അല്ല കുട്ടികൾ മുറിച്ച് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ നോക്കി, ഇവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു, ഓടുന്നു വണ്ടികൾക്ക് മുന്നിലൂടെ. അല്ല, അപ്പം നിങ്ങളെ അഭിപ്രായം എന്താണ്? ഇവിടെ നമ്മൾ ഈ വെലങ്കുറയുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ഏറ്റവും നല്ലൊരു ഇതെന്താണ് ഈ ഒരു സ്ഥലത്ത് ഒരു മേൽപ്പാലം വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പിന്നെ വെലമൂറിനുണ്ട്, ഇവിടെ ഒരു സ്കൂളുണ്ട്, പിന്നെ 2-3 ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കുട്ടികൾ ആണുങ്ങൾ പോകാൻ നല്ല സുഖമാണ് ഉണ്ടായി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു പള്ളി, നമുക്ക് റോഡ് വെലമൂറിനാണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും അല്ലേ? ഒഴിവായി കിട്ടും. അപ്പം ഓക്കെ, നല്ലൊരു ഉപകാരമാവും. ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ കടയിലെ ആളുകളൊക്കെ ആണുങ്ങളൊക്കെ പോകാനേ നല്ലൊരു ഉപകാരമാവും. ആര് കൊണ്ടാൽ നല്ലൊരു കാര്യം. ഏതായാലും നമ്മളെ പൊതുമരാമത്ത് മന്ത്രി VK ബഷീർ കൂടെ അയാളാണ് നമ്മുടെ MLA മന്ത്രിയൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി നമുക്ക് കിട്ടൂല. കിട്ടൂല. അപ്പോൾ എങ്ങനെയെങ്കിലും അയാളോട് എല്ലാവരും ഒന്ന് മെച്ചപ്പെട്ട് കൊണ്ടുവരാനുള്ളൊരു പദ്ധതി നോക്കണം. അത് നല്ല അഭിപ്രായമാണ്. നമ്മളെ എല്ലാ പിന്തുണയിലും ഉണ്ടാവും. കാരണം വെച്ചാൽ നല്ലൊരു കാര്യമാണ്. ഓക്കെ. ഇന്നലെ ഈ ഒരു കൊട്ടാരക്കയിലുണ്ടായ സംഭവം ഇനി ഒരു നാട്ടിലും സംഭവിക്കരുത്. കാരണം വിദ്യാർത്ഥികൾക്കിടയിലൂടെ ഇങ്ങനെ ഇരച്ചു കയറുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ പറയുന്ന എന്താണ് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മേൽപ്പാലം നിർബന്ധമായിട്ട് വേണം. ആളുകൾക്ക് പാസ് ചെയ്യാൻ പറ്റുള്ള ഒരു മേൽപ്പാലം ഇവിടെ നിർബന്ധമായിട്ട് വേണം. അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ.